ഹലോ ഗേയ്സ്, ഈ സ്പോർട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. BGS 2025 3.2 കോടി രൂപ പ്രൈസ് പൂൾ വരുന്നതിൻ്റെ ലാൻഡ് ഫൈനൽസിൻ്റെ ഡേ 2 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ കംബാക്കുകളും കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചത്. മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ VSTയുടെ ഒരു കംബാക്ക് ലെവൽ പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് റൈവർലി NRIയെ തീർത്തുകൊണ്ട് 10 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കനിനാണ് VST സ്വന്തമാക്കിയത്. എക്വനോക്സ് 4 ഫിനിഷേഴ്സ് സ്വന്തമാക്കിയ മാച്ച് 2ലും ആ ഒരു കണ്ടിന്യൂറ്റി അവർ കീപ്പ് ചെയ്ത് VSTയുടെ വേറെ ലെവൽ പെർഫോമൻസ് ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. എക്സ്പെഷ്യലി എസ്പവറിൻ്റെ സോളോ ഡോമിനേഷൻ തന്നെ നമുക്ക് ടീമിൻ്റെ കൂടെ കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റിലേക്ക് നമ്മളെ റെക്കനിങ് ഈ സ്പോർട്സിന് ഒരു 1v3 ക്ലച്ച് എടുത്തുകൊണ്ടാണ് എസ്പവർ VSTക്ക് ആ ഒരു ചിക്കൻ ഡിന്നർ സമ്മാനിച്ചത്. 15 ഫിനിഷേഴ്സോട് കൂടിയിട്ടുള്ള ഒരു 25 പോയിന്റ് പെർഫോമൻസ് ആണ് VST ഒരു മാച്ചിൽ കാഴ്ചവെച്ചത്. അവിടെ എസ്പവർ ഒരു റെക്കോർഡും കുറിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. BGMAയുടെ ഒഫീഷ്യൽ ഓഡിയൻസ് ലാൻ ഇവൻറ്റിൽ ഒരു മാച്ചിൽ ഏറ്റവും കൂടുതൽ സോളോ ഫിനിഷേഴ്സ് സ്വന്തമാക്കുന്ന റെക്കോർഡാണ് എസ്പവർ സ്വന്തമാക്കിയത്. സോളോ 10 ഫിനിഷേഴ്സാണ് എസ്പവർ ഈ ഒരു മാച്ചിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. മാച്ച് 3ൽ നമുക്ക് റൈവർലി NRIയുടെ നമ്മളെ മല്ലുവർഗയുള്ള NRIയുടെ ആ ഒരു കംബാക്കും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ലാസ്റ്റ് SOAയും FSC സ്പോർട്സിനൊക്കെ തീർത്തുകൊണ്ട് 12 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കനിനാണ് NRI അവിടെ സ്വന്തമാക്കിയത്. SOA 12 പോയിന്റും സ്വന്തമാക്കിയ മാച്ച് 4ൽ സോളിൻ്റെയും ആ ഒരു മച്ച് നീഡഡ് കംബാക്ക് പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. സോൾ നിങ്ങൾക്കറിയാം ഡേ 1ൽ ആ ഒരു ഫസ്റ്റ് മാച്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വലിയൊരു പെർഫോമൻസ് ഇല്ലായിരുന്നു. ഇന്നലെ ആ ഒരു 4ാമത്തെ മാച്ചിലാണ് ആ ഒരു കംബാക്ക് നമുക്ക് സോളിൻ്റെ ഭാഗത്തുനിന്ന് കാണാനായിട്ട് സാധിച്ചത്. ആ ഒരു സോൺ അഡ്വാൻറ്റേജ് യൂട്ടിലൈസ് ചെയ്യുകയും ലാസ്റ്റ് ട്രൂ റിപ്പേഴ്സിനെ തീർത്തുകൊണ്ട് 11 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കനിലാണ് സോള് അവിടെ സ്വന്തമാക്കിയത്. ട്രൂ റിപ്പേഴ്സ് 13 പോയിന്റും സ്വന്തമാക്കി. ആൻഡ് മാച്ച് 5ൽ FSC സ്പോർട്സിൻ്റെ വകയിൽ നമുക്ക് ആ ഒരു ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള മാച്ചുകളിലൊക്കെ ചില മാച്ചുകളിലൊക്കെ സെക്കൻഡ് പൊസിഷനിലേക്കായിരുന്നു ടീം എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫൈനലി അവർ ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. ലാസ്റ്റ് VSTയെ തീർത്തുകൊണ്ടാണ് 6 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ അവിടെ സ്വന്തമാക്കിയത്. VST ഇവിടെ 12 പോയിന്റും സ്വന്തമാക്കി. ആൻഡ് ഗോളിലേക്ക് ഇവിടെ സോളോ ആയിട്ട് വീണ്ടും നമുക്ക് സോൾ വേഴ്സസ് ഗോഡൽ ഫൈറ്റ് കാണാനായിട്ട് സാധിച്ചു. അവിടെ സിംബ് മാന്യയെ പാൻ ചെയ്ത് ഫിനിഷ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഗോഡലിലൂടെ 10 ഫിനിഷ് പോയിന്റൊക്കെ 12 പോയിന്റ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മാച്ചിൽ ഒറാങ്കുട്ടാനും ആ ഒരു മച്ച് നീഡഡ് പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ് ചെയ്ത്. ലാസ്റ്റിലേക്ക് ടീം ഫിനിഷസുകൾ സ്വന്തമാക്കി. ഏറ്റവും ഫൈനൽ ഫൈറ്റിൽ മെഡലി സ്പോർട്സിനെ തീർത്തുകൊണ്ട് 14 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കനിനാണ് ഒറാങ്കുട്ടാൻ സ്വന്തമാക്കിയത്. AKOP സോളോ 5 ഫിനിഷേഴ്സ് സ്വന്തമാക്കി. അങ്ങനെ ഡേ 2 അവസാനിച്ചപ്പോൾ ഓവറോൾ സ്റ്റാൻഡിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോളിലേക്ക് ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പ് തന്നെ നിൽക്കുന്നുണ്ട്. ഇന്നലെ 38 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് ടോട്ടൽ 105 പോയിന്റുമായിട്ടാണ് ആഷ് 1 പൊസിഷനിൽ നിൽക്കുന്നത്. 81 ഫിനിഷസുകളാണ് ടീം സ്വന്തമാക്കിയിട്ടുള്ളത്. പ്ലേസ്മെന്റ് പോയിന്റ് വളരെ കുറവാണെങ്കിലും ഫിനിഷസിന്റെ കാര്യത്തിൽ അവർ നല്ല രീതിയിൽ മുൻപന്തിയിൽ ഒരു അഗ്രസീവ് ലെവൽ പെർഫോമൻസ് തന്നെ നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഇത്തവണ ഡേ 1ൽ മാത്രമല്ല ഡേ 2 ആയപ്പോഴും ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പ് തന്നെ നിൽക്കുന്നുണ്ട്. ഇത്തവണ മൊത്തം ആ ഒരു ഇത് കാണുമ്പോൾ ഗോളിലേക്ക് നല്ല രീതിയിലൊരു അഡ്വാൻറ്റേജ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നൊക്കെ നമുക്കറിയാം ഒരുപാട് ഇവൻറ്റുകളിൽ ലാൻഡ് ഫൈനൽസിലേക്ക് പോലും എത്താൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇത്തവണ ഗോളിലേക്ക് എത്തുകയും ആ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് തന്നെ ടീം കാഴ്ചവെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആ ജോനതൻ്റെ സോളോ പെർഫോമൻസ് നമുക്ക് ടീമിൻ്റെ കൂടെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. ഇത്തവണത്തെ ലാൻഡ് ഇവൻറ്റ് ജോനതനും ഗോളിലേക്കിനും വേണ്ടി ദൈവം നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് എന്തായാലും നമുക്ക് ഇന്ന് അറിയാനായിട്ട് സാധിക്കും. ഇന്നാണ് അതിൻ്റെ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത്. എന്തായാലും ജോനതനും ഗോഡലും അത് വിൻ ചെയ്യുകയാണെങ്കിൽ അതൊരു വമ്പൻ ജയം തന്നെ ആയിരിക്കും. ആൻഡ് സെക്കൻഡ് തൊട്ട് പിന്നാലെ റെക്കനിങ് ഈ സ്പോർട്സും നിൽക്കുന്നുണ്ട്. ഇന്നലെ 38 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് 104 പോയിന്റുമായിട്ട് തൊട്ട് പിന്നാലെയാണ് റെക്കനിങ്ങും നിൽക്കുന്നത്. 1 പോയിന്റിന്റെ വ്യത്യാസം മാത്രമേ ആഷ് 1ഉം ആഷ് 2ഉം തമ്മിലുള്ളൂ. ആൻഡ് തേർഡ് നമ്മളെ VST നിൽക്കുന്നുണ്ട്. ഇന്നലെ വേറെ ലെവൽ കംബാക്കാണ് ടീം കാഴ്ചവെച്ചത്. ഇന്നലെ 59 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് 96 പോയിന്റുമായിട്ടാണ് VST ആ ഒരു തേർഡ് പൊസിഷനിൽ നിൽക്കുന്നത്. എസ്പവർ ഇനി ക്ലിക്ക് ആവുകയാണെങ്കിൽ ചിലപ്പോൾ VST ആ ഒരു ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കുമെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്തായാലും ഇപ്പോൾ കറന്റ് നോക്കുകയാണെങ്കിൽ ആ ഒരു ടോപ്പ് 3 ടീമുകൾക്ക് നല്ലൊരു ചാൻസ് ഉണ്ട് ആ ഒരു കപ്പ് അടിക്കാൻ. എസ്പെഷ്യലി ഗോഡലിന് വളരെ നല്ലൊരു ചാൻസ് ഉണ്ട്. എല്ലാവരും നല്ല ഫോമിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഗോഡലിന് നല്ല ചാൻസ് ഉണ്ട്. ടോപ്പ് 3ക്ക് നമുക്ക് നോക്കാം ആരായിരിക്കും ആ ഒരു കപ്പ് ഉയർത്തുന്നതെന്ന്. എൻ്റെ ഒറാങ്കുട്ടാനും ട്രൂ റിപ്പേഴ്സിനും ചെറിയ ചാൻസ് ഉണ്ട്. അവർക്കും വലിയൊരു മാച്ചുകൾ കിട്ടുകയാണെങ്കിൽ അവർക്കും ആ ഒരു കപ്പിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും.
നമ്മളെ മല്ലു ഓർഗയുള്ള NRIയും ഇന്നലെ നല്ലൊരു കംബാക്ക് കാഴ്ചവെച്ചു. ഡേ 1 വെറും 10 പോയിന്റ് സ്വന്തമാക്കി, അല്ലെങ്കിൽ ഇന്നലെ 53 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് 63 ടോട്ടൽ പോയിന്റ്സുമായിട്ട് 9ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ആൻഡ് സോള് എല്ലാവരെയും ഡിസപ്പോയിൻമെന്റ് ചെയ്തിരിക്കുകയാണ്. മാന്യയുടെ ഹോം ഗ്രൗണ്ട് അല്ലെങ്കിൽ കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്ന ആ ഒരു ഇവന്റിൽ 56 പോയിന്റ് 13ാം സ്ഥാനത്താണ് സോള് നിൽക്കുന്നത്. ഇനി എന്തായാലും ആ ഒരു കപ്പ് അടിക്കുന്ന അൺബിലീവബിൾ തന്നെയാണ്. ഏകദേശം ഇരട്ടി പോയിന്റിന് ഡിഫറൻസ് ഇപ്പം തന്നെ ഉണ്ട്. ഇനി വെറും 6 മാച്ചുകളേ ഉള്ളൂ. അത് ഇനി ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു അൺബിലീവബിൾ ഇമ്പോസിബിൾ ടാസ്ക് ആണ്. അത് അവരെ എത്തിപ്പിടിക്കാൻ ചാൻസ് വളരെ വളരെ കുറവാണെന്ന് പറയാം. ഇത്തവണ സോള് ഭയങ്കര ഒരു ഡൗൺഫാളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ മേക്ക് കളിക്കുന്ന ടീമായ ജെനിസിസ് സ്പോർട്സ് 14ാം സ്ഥാനത്തും നമ്മളെ മല്ലൂർഗുള്ള നോണെക്സ് 15ാം സ്ഥാനത്തുമാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് MVP കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഫൈനൽസിലെ ഈ ഒരു MVP ജോനതൻ ആ ഒരു ടോപ്പിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇത്തവണത്തെ ഈ ഒരു ഒഫീഷ്യൽ ഇവന്റ് ജോനതനും ഗോൾ ലൈക്കിനും ഉള്ളത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്ന. ആ ഒരു പെർഫോമൻസ് ആണെങ്കിലും ആ ഒരു കോൺഫിഡൻസ് ആണെങ്കിലും മൊത്തത്തിൽ ഗോൾ ലൈക്കിനെയും ജോനതനെയും ആ ഒരു സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു മൊത്തത്തിൽ ഇവന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ലെവലുള്ള പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം ആരായിരിക്കും ആ ഒരു ചാമ്പ്യന്മാരാകാൻ പോകുന്നതെന്ന്. ഇന്നാണ് ലാസ്റ്റ് ഡേ വരുന്നത്. 6 മാച്ചുകളാണ് ഓരോ ടീമിനുള്ളത്. സോളിന് ഗോൾ ലൈക്കിനെ ടാർഗറ്റ് ചെയ്യുമോ, എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് ഇന്നത്തെ മാച്ചുകളിൽ കണ്ടു തന്നെ അറിയാം. അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങൾ അപ്പോൾ കമൻറ്റ് രേഖപ്പെടുത്താൻ പഠിച്ചിട്ട് ബൈ ഗൈസ്.